ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ഭാഗങ്ങളിൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. വചനം പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് 2 രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നിന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജഡത്തിന് സന്തോഷമുള്ള കാര്യങ്ങൾ പ്രിയരെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാം. കർത്താവിനെ ആരാധിക്കേണ്ട സമയത്ത്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് വേണമെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് ലഭിക്കുന്ന പല വിഷയങ്ങളിലേക്ക് നമുക്ക് എൻഗേജ്ഡ് ആകാം. അത് ദൈവത്തിന് പ്രസാദമുള്ളതല്ല, അത് ജഡത്തിന് സന്തോഷം വരുത്തുന്നതാണ്. നമുക്കറിയാമല്ലോ പ്രിയരെ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തിന് വചനമൊക്കെ പറഞ്ഞു കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവർ അപ്പം കഴിക്കുന്നു, സന്തോഷിക്കുന്നു, കർത്താവ് എവിടെയുണ്ടെങ്കിലും കൂടെ സഞ്ചരിക്കുന്നു. കാരണം അവരുടെ ജഡത്തിന് ഇഷ്ടമുള്ളതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് ഗൗരവത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇത് കഠിന വാക്കാണ്, ഇത് ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ ഇട്ടേച്ചു പോയ ഒരു കൂട്ടത്തെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ യേശു പറഞ്ഞു, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കും പോകാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല കർത്താവേ, നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലുണ്ട്. അവിടെയാണ് പ്രിയരെ വിഷയം. ജഡത്തിനിഷ്ടമുള്ള ഭക്ഷണവും ജഡത്തിനിഷ്ടമുള്ള സന്തോഷം പകരുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ ലോകത്തിൽ കിട്ടും. പക്ഷേ കർത്താവ് കൂടെ പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴി അത് വേണമെങ്കിൽ ലോകത്തിലുള്ള പലതും വിടണം. ഇന്നത്തെ കാലത്ത് ലോകത്തിലുള്ളതൊക്കെ കൊടുത്താൽ എല്ലാവരും കർത്താവിൻ്റെ പിന്നാലെ ഉണ്ട്. ലോകത്തിലുള്ളത് വിട്ട് കളയുമ്പോൾ പിന്നെ കർത്താവിനെ വേണ്ട. ഇവിടെ ബൈബിൾ പറയുകയാണ്, ജഡചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് പോകാൻ കഴിയത്തില്ല പ്രിയരെ. വചനം പറയുന്നു, നിത്യജീവൻ്റെ മൊഴി ആഗ്രഹിക്കുന്നവൻ വിട്ടുപിരിയാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെങ്ങനെ പോകും? ഞങ്ങൾക്ക് അപ്പവും അപ്പക്കൊട്ടയും ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് വേണ്ടത് അപ്പൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആ വചനമാണ്. അതാണ് പറയുക, ആത്മാവിൽ സഞ്ചരിക്കുന്നവർ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത്, ലോകത്തിലുള്ള മോഹങ്ങൾക്കകത്ത് നമ്മൾ കുടുങ്ങിപ്പോകാതെ നിത്യത എന്ന ദർശനത്തിനകത്ത് അടിയുറച്ചു നിന്ന് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.